ഇടുക്കി തൊടുപുഴ ചുങ്കത്ത് സ്വദേശി ജയകുമാറിന്റെ മരണത്തിൽ പോലീസിനും ആശുപത്രി അധികൃതർക്കുമെതിരെ കുടുംബം. പക്ഷാഘാതം വന്ന് റോഡിൽ കുഴഞ്ഞു വീണ ജയകുമാറിനെ പോലീസ് തിരിഞ്ഞു നോക്കിയില്ലെന്നാണ് ആരോപണം. തൊടുപുഴയിലെ ജില്ലാ ആശുപത്രിയിലും കോട്ടയം മെഡിക്കൽ കോളേജിലും വേണ്ട ചികിത്സ ലഭിച്ചില്ലെന്നും ബന്ധുക്കൾ പറയുന്നു. ഈ മാസം 14-ന് വൈകിട്ടാണ് തൊടുപുഴ ചുങ്കത്ത് 56-കാരനായ ജയകുമാർ കുഴഞ്ഞു വീണത്. പട്രോളിങ്ങിനിടെ പോലീസ് കണ്ടെങ്കിലും മദ്യലഹരിയിലാണെന്ന് കരുതി തിരിഞ്ഞു നോക്കാതെ മടങ്ങി. മണിക്കൂറുകൾ റോഡിൽ കിടന്ന ജയകുമാറിനെ ഒടുവിൽ പുലർച്ചെ 2 മണിക്ക് പോലീസ് എത്തി ഫയർഫോഴ്സ് ആംബുലൻസിൽ കാരിക്കോട് ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി. എന്നാൽ ആളെ തിരഞ്ഞെത്തിയ ബന്ധുക്കൾ രാവിലെ 8 മണിയോടെ ആശുപത്രിയിലെത്തിയ ശേഷമാണ് അധികൃതർ ചികിത്സ നൽകാൻ തയ്യാറായത്. ആളെ തിരിച്ചറിഞ്ഞിട്ടും പോലീസ് വിവരം അറിയിച്ചില്ലെന്നാണ് ബന്ധുക്കളുടെ പരാതി. നമ്മളിപ്പം ഒരാളെ ഒരു ആശുപത്രി കൊണ്ടാക്കുവാണെങ്കിൽ ഇപ്പോൾ ആളില്ലെന്നും പറഞ്ഞുകൊണ്ട് അവർ ചുമ്മാ അവിടെ കടത്തുന്നതിൽ അർത്ഥമുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ട കാര്യമുണ്ടോ? നമ്മൾ ഒരാളില്ല എന്നും പറഞ്ഞുകൊണ്ട് ആളെ നമ്മൾ ഡോക്ടർ അവിടെ ഉണ്ട്, ഡോക്ടർ ഇല്ലെങ്കിൽ ശരിയാ നോക്കുന്നില്ലെന്ന് പറയാം. ഇത് ഡോക്ടർ അവിടെ ഉണ്ടായിട്ടും മൈൻഡ് ചെയ്യുന്നില്ല. 5 മണിക്കൂറോളം ഞങ്ങൾ അറിയുന്നത് 8:30-9 മണിയായപ്പോഴാണ് ഞങ്ങൾ ചെല്ലുന്നത്. അപ്പോൾ അവർ തന്നെ പറഞ്ഞു 3 മണിയായപ്പോൾ വെളുപ്പിന് 3 മണിയായപ്പോൾ ഫയർഫോഴ്സുകാരാണ് ആശുപത്രിയിൽ എത്തിച്ചതെന്ന് പറയുന്നു. അപ്പം ഞങ്ങൾ ചെല്ലുന്ന സമയം വെച്ച് നോക്കുക 5 മണിക്കൂറോളം പുള്ളി ചികിത്സയില്ലാതെ അവിടെ തന്നെ നടന്നു. അല്ല റോട്ടിലും അതിൽ കൂടുതൽ സമയം കിടന്നതാണ് ഞങ്ങൾ അറിഞ്ഞത്. ശരീരം തളർന്ന് ഗുരുതരാവസ്ഥയിലായ ജയകുമാറിനെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. അഡ്മിറ്റ് ചെയ്തെങ്കിലും ബെഡ് ഉണ്ടായിരുന്നില്ല. 2 ദിവസം സ്ട്രെച്ചറിൽ കിടത്തിയെന്നും ബന്ധുക്കൾ പറയുന്നു. നമ്മളിവിടുന്ന് സ്മിത ഹോസ്പിറ്റലിൽ നിന്നാണ് കാരിക്കോട് എന്നിട്ട് ഒന്നും ആയില്ലാത്തതുകൊണ്ട് സ്മിതയെ കൊണ്ടുപോയി കാണിച്ചിട്ട് അവിടുന്ന് ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ് കോട്ടയം മെഡിക്കൽ കോളേജിന് കൊണ്ടുവന്നത്. അപ്പോൾ അവിടെ ചെന്നിട്ട് അവർ സ്കാൻ ചെയ്യണം, അത് ചെയ്യണം, ഇത് ചെയ്യണം എന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് തട്ടുന്നതല്ലാണ്ട് അവരും ഒന്നിനും ഒരു തീരുമാനമായിട്ട് പറയുന്നില്ല. സ്കാൻ ചെയ്യാൻ ചെല്ലുമ്പോഴാണെങ്കിലും ആളനങ്ങാൻ നടക്കുന്നില്ല, അതുകൊണ്ട് ഇന്ന് സ്കാൻ നടക്കിയാലെന്ന് പറയുന്നു. അപ്പോൾ അടുത്തടുത്ത് ചെല്ലുമ്പം അവർ ഇവിടുന്ന് എക്സ്റേ എടുക്കാൻ ചെല്ലുന്നു. അവിടെ ചെല്ലുമ്പോഴാണെങ്കിലും ഈ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടുന്നതല്ലാണ്ട് ഒന്നിനും ഒരു തീരുമാനം എടുക്കുന്നില്ല അവർ. 24-ന് വൈകിട്ട് ജയകുമാർ മരിച്ചു. പക്ഷാഘാതം വന്ന രോഗിക്ക് ലഭിക്കേണ്ട യാതൊരു ചികിത്സയും 2 സർക്കാർ ആശുപത്രികളിൽ നിന്നും ലഭിച്ചില്ലെന്നാണ് ബന്ധുക്കളുടെ പരാതി. ആശുപത്രി അധികൃതർക്കും പോലീസിനുമെതിരെ മുഖ്യമന്ത്രിക്കുൾപ്പെടെ പരാതി നൽകാനൊരുങ്ങുകയാണ് ജയകുമാറിന്റെ ബന്ധുക്കൾ. ന്യൂസ് മലയാളം, ഇടുക്കി.